സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പോലും കിട്ടാത്ത വെറൈറ്റി ഇന്ത്യൻ മാംഗോകൾ നമുക്കിവിടെ ഗൾഫിൽ കിട്ടും. ഇന്നലെ അജ്മാനിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ നല്ല സൂപ്പർ വെറൈറ്റി അതിൽപ്പെട്ട ഓരോ ഐറ്റവും ഉണ്ട് കേട്ടോ. അതിൻ്റെ റിവ്യൂ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെക്കുന്ന ഒരു മാംഗോ ആണ് കാലാപ്പാടി. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പുഴുക്കുത്തുണ്ടാവില്ല. ഇതിൻ്റെ തൊലി നല്ല കട്ടിയുള്ള ഐറ്റാണ്. കാലാപ്പാടി ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട്, പിടിച്ചിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ബിസ്മില്ലാ. നല്ല വാട്ടർ ജ്യൂസി കേട്ടാ, പറയാനില്ല മോനെ. ഓ, ഭയങ്കര ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു മാങ്ങ കാലാപ്പാടി കേട്ടാ, സൂപ്പർ. പിന്നെ ഇത് പറയേ വേണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ആരായാലും ഒരു മാങ്ങ, മിനിമം മാങ്ങ ഇഷ്ടപ്പെടുന്ന ഒരാൾ പരതി പോകുന്ന ഒരു മാങ്ങയാണ് ചക്കരക്കുട്ടി. ഇതിങ്ങനെ മുറിച്ച് തിന്നേണ്ട ഒന്നുമല്ല കേട്ടാ. കുഞ്ഞു മക്കൾക്കെല്ലാം കയ്യിൽ ഇങ്ങനെ കൊടുത്തതിനാണ്ടല്ലോ, അവർ പിന്നെ ഭക്ഷണം വേണ്ടെന്ന് പറയും, മാങ്ങ മാത്രം മതി എന്ന് പറയും. അതാണ് ഈ ചക്കരക്കുട്ടിൻ്റെ ഏറ്റവും വലിയ വൈബ്. ചക്കരക്കുട്ടി എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. ചക്കരക്കുട്ടി കുറേ വാങ്ങിയിട്ടുണ്ട്. ചക്കരക്കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിലോയിൽ ഒരു 10-15 എണ്ണം കിട്ടും. അതുകൊണ്ട് ചക്കരക്കുട്ടി നമുക്ക് കുറേ വാങ്ങാനും പറ്റും. സിന്ദൂരം നമുക്ക് മുറിച്ച് തിന്നണമെന്ന് തോന്നില്ല. ഇതിൻ്റെ സ്റ്റൈല് കാണുമ്പോൾ ഉണ്ടല്ല, ഇതുപോലെ ഇങ്ങനെ കടിച്ചു തിന്നാനേ പറ്റും. വാവ്, ഇത് നല്ല കിട്ടില്ല മല്ലിക. തൊലി കളഞ്ഞിട്ട് തിന്നാനാന്ന് ടേസ്റ്റ് എങ്കിലും നോക്കിയപ്പോൾ തൽക്കാലം കത്തി പോകുമ്പോൾ തന്നെ ഒന്നും പറയണ്ട മോനെ, ഒന്നും പറയാനില്ല കേട്ടാ. നല്ല കിട്ടില്ല. കളറ് കാണുമ്പോൾ തന്നെ വയറ് നിറയുന്നു. പിന്നെ കഴിക്കണമെന്നില്ല കേട്ടാ. മല്ലിക നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പിടിക്കുന്ന ആന്ധ്ര മല്ലിക ഏറ്റവും ടേസ്റ്റ്. ഓ, നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അടുത്തത് അൽഫോൺസ ജംബോ, കുറച്ച് വലുപ്പമുള്ള അൽഫോൺസയാണ് കേട്ടാ. അതും മുറിച്ചു തിന്നുന്നതിലും രസം ഇതുപോലെ കടിച്ചു തിന്നാനാ. ഓ, വേൾഡ് റാങ്കിൽ നമ്പർ 1 ചില റാങ്ക് പണ്ഡിതന്മാർ പറയുന്ന അൽഫോൺസാണിത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും സൂപ്പർ ക്വാളിറ്റി അൽഫോൺസ. ടേസ്റ്റ് അപാരം തന്നെ കേട്ടോ. ഇതിപ്പോൾ ചപ്പി കുടിക്കണോ അല്ല മുറിച്ച് കുടിക്കണോ എന്നുള്ള കൺഫ്യൂഷനായി. അതാണ് ഈ മൽഗോവൻ്റെ സ്മെല്ലിൽ ഞാൻ പറയും ചക്കരക്കുട്ടി അതിന് അടുത്ത ഏറ്റവും ടോപ്പ് സ്മെല്ല് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൽഗോവ തന്നെയാണ്. മൽഗോവൻ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ല. സീഡ് വളരെ കുറവായിട്ടാണ്. കുറച്ച് പാകക്കുറവുണ്ട്, പക്ഷെ എന്നാലും കഴിക്കുമ്പോൾ അത് അറിയുന്നില്ല. ശരിക്കും ഒരു മിൽക്കി ഫ്ലേവർ, സൂപ്പർ കേട്ടോ. രാജാപൂരിൻ്റെ അതേ മണമാണെങ്കിലും ഫ്ലേവർ നല്ല മിൽക്കി ഫ്ലേവർ. പാൽഗോവ എന്നിട്ടുണ്ട്, ഒരു മൽഗോവ മാറ്റിയിട്ട് കേട്ടാ. ഇത് നമ്മുടെ സ്വന്തം ഇമാറാത്തിൻ്റെ നാടൻ മാങ്ങയാണ്. പല സൈസിൽ വരുത്തുന്നുണ്ട്. ചക്കരക്കുട്ടി കഴിക്കുന്ന പോലെ ഊമ്പിയിട്ട് നമുക്ക് കഴിക്കാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. ഇവിടുന്ന് ഗൾഫിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഇവിടുത്തെ മാങ്ങയിൽ ഏറ്റവും നല്ല ടോപ്പ് നാടൻ മാങ്ങ കിട്ടുന്നുണ്ട്. പിന്നെ മാങ്ങയെല്ലാം മുറിച്ച് ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മാങ്ങ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും മധുരമുള്ള ചക്ക J33 അതും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പർ J33 ഒരു ചക്കയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.